നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തൻ്റേതല്ലാത്ത കാരണത്താൽ വന്നു ചേർന്ന ലക്ഷക്കണക്കിന് ദിർഹത്തിൻ്റെ കടവും പേറി വലയുന്ന ഒരു പാലക്കാട്ടുകാരിയുടെ ദുരിത കഥയിലേക്കാണ് ഇനി. സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഈ യുവതിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഏക പ്രതീക്ഷ. പെൺകുട്ടിയാണ് മൂത്തത്. എനിക്ക് ഉറക്കം തന്നെ വരാറില്ല. പല ദിവസം എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം വരെ, അത് വയ്യാണ്ടായി ഞാൻ അഡ്മിറ്റായി ആസ്പത്രിയിൽ. എൻ്റെ ഇവിടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്, അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ദുബായിലെത്തിയ അന്ന് തുടങ്ങിയതാണ് ഈ പാലക്കാടുകാരിക്ക് പ്രതിസന്ധികൾ. ആദ്യമായി പ്രവാസ മണ്ണിലെത്തി ഭർത്താവിൻ്റെ മാത്രം തണലിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ അറിഞ്ഞിരുന്നില്ല താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയ നിയമക്കുരുക്കിലേക്കാണെന്ന്. 2017 ഭർത്താവ് ഒരു ലോജിസ്റ്റിക്സ് കമ്പനി UAE തുടങ്ങുന്നു. അതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ എല്ലാം തൻ്റെ പേരിലാണ് എന്നത് ഭർത്താവിനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ യുവതി ഒരു കാര്യമാക്കിയില്ല. കമ്പനിയിൽ ഒരു ചെറിയ ജോലിയും അന്ന് ഭർത്താവ് നൽകി. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം ഇവർ മനസ്സിലാക്കിയത്. ഡെയിലി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഓപ്പറേഷൻസ് നോക്കിയിരുന്നു. പക്ഷേ ഫിനാൻഷ്യൽ എല്ലാം മാനേജ് ചെയ്തിരുന്നത് മൂപ്പരാണ്. അതിൻ്റെ കമ്പനി അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്തിരുന്നു. അവിടുത്തെ എന്തൊക്കെ ചിലവ് വരുന്നുണ്ട്, എന്തൊക്കെ കൊടുക്കാണ്ട്, എന്തൊക്കെ വരാണ്ടെന്നുള്ള എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്ന മൂപ്പരാണ്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഇടപെട്ടിട്ടുണ്ടായില്ല. പിന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഫീൽഡ് പുതിയതായ കാരണം എനിക്കത് കൂടുതൽ അതിൽ ഇടപെടാനും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഓപ്പറേഷൻസ് ഞാൻ പതുക്കെ പഠിച്ചു വരുമായിരുന്നു. ആക്ച്വലി ഇത് ലോക്കൽ ഷിപ്മെൻറ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, കണ്ടെയ്നർ മൂവ്മെൻറ്റ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നല്ലാതെ വേറെ കാര്യങ്ങൾ എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് അതിലൊന്നും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഇതൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ മനസ്സിലായത്? അതൊരു 2-3 വർഷം കഴിഞ്ഞ പിന്നെ മൂപ്പര് GCC ഷിപ്മെൻറ്റ്സ് തുടങ്ങിയിരുന്നു. അപ്പോൾ വേറെ കൺട്രീസിലോട്ടൊക്കെ റൂട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് തുടങ്ങിയിരുന്നു. അത് പിന്നെ കുറേ സമയം കഴിഞ്ഞ ശേഷം പൈസ വരുന്നുണ്ട് അക്കൗണ്ടിൽ, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും അത് നഷ്ടത്തിലാണ് മൂപ്പര് അത് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളത് ഒരു 2-3 സപ്ലയേഴ്സ് ഓഫീസിൽ വന്ന് പ്രശ്നമാക്കുമ്പോഴാണ് ഞാനത് അറിയുന്നത്. കാര്യങ്ങൾ ഇത്തരത്തിൽ ഇവർ മനസ്സിലാക്കി വന്നപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലായിരുന്നു. യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തി വന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം മനസ്സിലായി. ഇത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയാകട്ടെ ഇവർക്ക് അന്ന് ലഭിച്ചുമില്ല. കമ്പനി തൻ്റെ പേരിലായതിനാൽ കടക്കാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇവരുടെ മാത്രം ചുമതല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കമ്പനി എൻ്റെ പേരിലായ കാരണം ഞാനും കൂടി അവിടെ പോകാറുണ്ടായിരുന്നു. സപ്ലൈസ് അവിടെ വന്ന് പ്രശ്നമാക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് എത്ര പൈസ കൊടുക്കാണ്ടെന്നും കുറേ ആയി എന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷേ അത് പഠിച്ചു വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കല്ലേ. ഞാനും എനിക്ക് ഫാമിലി, എൻ്റെ കുടുംബം നോക്കണം, കുട്ടികളെ നോക്കണം, എല്ലാം കൂടിയിട്ടാവുമ്പോൾ എനിക്ക് അങ്ങനെ ഒത്തിരി നോക്കാനുള്ള സമയമോ സാഹചര്യം എനിക്കൊന്നും കിട്ടിയിരുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ചില സപ്ലൈസൊക്കെ വന്ന് കുറേ ഇഷ്യൂസ് ഓഫീസിൽ വന്നിട്ട് സൂസൈഡ് ചെയ്യാനും ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പോയി പിടിച്ചു വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ എനിക്ക് പോയി ഇടപെടേണ്ടി വരുന്നത്. അങ്ങനെ മൂപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പർക്ക് ഒരു റൈറ്റ്സും ഇല്ല കമ്പനിയിൽ. ചെയ്യണമെങ്കിൽ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളെ തലയിലിട്ടിട്ട് ആള് പിന്നീട് മാറി നിൽക്കുകയാണോ ചെയ്തത്? മാറി നിൽക്കാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഒന്നും ചെയ്യാനില്ല. മൂപ്പര് ഒരു ഏർണിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് തിരിച്ച് കൊടുക്കാനോ പൈസ ഇല്ല കമ്പനി. പിന്നെ കൊറോണ ആയില്ലേ, കൊറോണ ആയ പിന്നെ തീരെയും അന്ന് ഒക്കെ ലോക്ക്ഡൗൺ ആയി എല്ലാവിടെയും. പിന്നെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടാതെയായി, അങ്ങനെ ലൈസൻസ് പുതുക്കാൻ പറ്റാതെയായി. അങ്ങനെ പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം ക്ലോസ് ചെയ്തു. പക്ഷേ കമ്പനി ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും കമ്പനി ലീഗൽ ഇഷ്യൂസ് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ അവർ ലോക്ക് ചെയ്ത് പോയതാണ്. ഇതിനിടെ മക്കളുടെ പഠനം മുടങ്ങി. അവർക്ക് വിസയില്ലാത്തതിനാൽ ഫൈൻ കുന്നുകൂടാനും ആരംഭിച്ചു. പക്ഷേ ഭർത്താവ് ഇതിലൊന്നും ഇടപെടാതെ മാറി നിന്നു എന്നതായിരുന്നു തനിക്ക് അന്നേറെ പ്രയാസമുണ്ടാക്കിയതെന്ന് ഇവർ പറയുന്നു. മക്കളെ സാമൂഹിക പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ ഒരുവിധം ഫൈൻ അടച്ചു തീർത്ത് നാട്ടിലെത്തിക്കാനായി. പക്ഷേ ഇവരുടെ പ്രതിസന്ധികൾ ഓരോ ദിവസവും കൂടുകയല്ലാതെ കുറഞ്ഞില്ല. ഷാർജയിലെ ഒരു ഫ്ളാറ്റിൽ ഒരു കുടുംബത്തിന്റെ കരുണയിലാണ് ഇന്ന് ഈ യുവതി ജീവിക്കുന്നത്. കേസുകൾ ഉള്ളതിനാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ആകാത്ത അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അവിടെ ഇപ്പോൾ ഒരു ഫാമിലിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെറിയ ചെലവിനുള്ള പൈസ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചെലവും സ്കൂളിൻ്റെ ചെലവും എല്ലാം അവരാണ് നോക്കുന്നത്. പുറത്തിറങ്ങാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് എത്രയും കേസല്ല, ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്തുള്ള കേസുകളുണ്ട് എൻ്റെ മേലെ. എല്ലാം സിവിൽ കേസാണ്. അതിൽ മോസ്റ്റ്ലി 4-5 സിവിൽ കേസാണ്. അപ്പോൾ അത് വീട്ടിലല്ലാതെ എനിക്ക് അറസ്റ്റ് വാറൻറ്റാണ് കിടക്കുന്നത്. അന്ന് എനിക്ക് പുറത്തു വരാനോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല.
ഇപ്പോൾ 6 വർഷമായിട്ട് ഞാനിപ്പോൾ വീട്ടു തടങ്കലിലാണ് സത്യം പറഞ്ഞാൽ. എവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് ക്ലയൻസിൻ്റെ അടുത്ത് എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പൈസ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ജോലി ചെയ്തിട്ടേ പറ്റുള്ളൂ. തൻ്റേതല്ലാത്ത, താൻ ചെയ്തിട്ടില്ലാത്ത തെറ്റിൻ്റെ കാരണത്താൽ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. മക്കളെ കാണാനാകാത്തതിൻ്റെ വിഷമവും പ്രായമായ മാതാപിതാക്കളുടെ അവസ്ഥയോർക്കുമ്പോൾ എന്തു ചെയ്യണമെന്നുള്ള ചിന്തയും ഇവരെ അലട്ടുന്നു. താൻ ഇനി ഏതു വാതിലാണ് മുട്ടേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് ഇവർ പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കുട്ടികൾ വീഡിയോ കോളിൽ സംസാരിക്കാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് പിന്നെ എൻ്റെ വിഷമങ്ങൾ അറിയുന്നതുകൊണ്ട് അമ്മ എപ്പോഴാണ് വരണം ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പറയാൻ മറുപടി ഇല്ല സത്യം പറഞ്ഞാൽ. ചെവി കേൾക്കാൻ വയ്യ, അച്ഛന് കുറേ ദൂരം ഡ്രൈവ് ചെയ്യാൻ വയ്യ, കുട്ടികളെ കൊണ്ടുവിടാൻ. ഞങ്ങളുടെ അച്ഛൻ വില്ലേജിലാണ്, സ്കൂൾ കുറച്ച് ടൗണിലാണ്. അവിടുന്ന് കൊണ്ടുവിടാനോ കൊണ്ടുവരാനോ ഒക്കെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ മനസ്സാവാചകം ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഇത്രയും ബാധ്യതയാണ്. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഇന്നു ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ലാതെ ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇവരുടെ സങ്കടം. ഒടുവിൽ സഹികെട്ട് വിവാഹമോചനത്തിനായി മുന്നോട്ട് പോവുകയാണ് ഇവർ. പക്ഷേ തൻ്റെ പേരിൽ തുടങ്ങിയ കമ്പനിയുടെ പ്രശ്നങ്ങളുടെ കൂമ്പാരം തലയ്ക്ക് മുകളിലുള്ളത് എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ചോദ്യം. പ്രശ്നപരിഹാരത്തിനായി മുട്ടാത്ത വാതിലുകളില്ല, പക്ഷേ പ്രതിസന്ധിക്ക് കുറവ് വന്നിട്ടില്ല. വിസയോ കൃത്യമായ രേഖകളോ ഇല്ലാത്തതിനാൽ അസുഖം വന്നാൽ പോലും ആശുപത്രിയിൽ പോകാനാകാത്ത അവസ്ഥയിലാണ് ഈ യുവതി. ആള് ചെയ്യാന്ന് പറയുന്നുണ്ട്. 6 കൊല്ലമായി തുടങ്ങിയിട്ട് ഇത് എന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇപ്പോഴും ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നത് എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അച്ഛനെ കൊണ്ട് പ്രൈം മിനിസ്റ്റർ കംപ്ലയിൻറ്റ് ചെയ്യിപ്പിച്ചു. ആ കംപ്ലയിൻറ്റ് ഇവിടെ കൗൺസിലേറ്റിൽ വന്നു. അവരെ കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ കയറി ഇറങ്ങി അവിടെ. എന്നെ കൊണ്ട് എന്താവും? ഒറ്റയ്ക്ക് കുട്ടികൾ 2 പേര് വളർന്നു വരികയാണ്. അവരുടെ വിദ്യാഭ്യാസം നോക്കണ്ടേ? ഇപ്പോൾ മോള് 10ാം ക്ലാസ്സിലെത്തി. ഇനി അങ്ങോട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ടൈമാണ്. ഇനിയുള്ള 5 കൊല്ലം പെൺകുട്ടിയാണ് മൂത്തത്. എനിക്ക് ഉറക്കം തന്നെ വരാറില്ല. പല ദിവസം എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം വേറെ. അത് വയ്യാണ്ടായി ഞാൻ അഡ്മിറ്റായി ആസ്പത്രിയിൽ. എൻ്റെ ഇവിടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്, അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സാമൂഹിക പ്രവർത്തകരുടെ കരുണയിലാണ് ഇവർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൃത്യമായ സഹായം ലഭിക്കാതെ എന്തു ചെയ്യുമെന്നാണ് അവരുടെയും ചോദ്യം. നിയമപരമായ സഹായം ഈ സാമൂഹിക പ്രവർത്തകർ സൗജന്യമായി നൽകി വരുന്നുണ്ട്. പക്ഷേ കേസുകൾ തീർപ്പാക്കാൻ സാമ്പത്തിക സഹായമില്ലാതെ എന്തു ചെയ്യുമെന്നാണ് ഇവരും ചോദിക്കുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് ഫിനാൻഷ്യലായിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ലയബിലിറ്റീസാണ് ഇതിൻ്റെ പുറത്ത് കിടക്കുന്നത്. അതും ഈ ലേഡിനെ കൊണ്ട് ഒരിക്കലും ഇനിയിപ്പോൾ എന്ത് ജോലി ചെയ്തിട്ടും ഈ ലീഗൽ ഇഷ്യൂസൊന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്, സന്മനസ്സുകളായ സമ്പന്നരായ ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് മാനുഷികമായ പരിഗണന കൊടുത്തിട്ട് ഈ ലേഡിനെ സഹായിച്ച് ഈ ഇഷ്യൂസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തൻ്റേതല്ലാത്ത കാരണത്താൽ എന്തു പ്രശ്നം വന്നാലും കൂടെയുണ്ടാകുമെന്ന ഭർത്താവിൻ്റെ ഉറപ്പ് വിശ്വസിച്ചതാണ് ഇവർ ചെയ്ത തെറ്റ്. പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതമാണ്. സുമനസ്സുകളുടെയും അധികാരികളുടെയും സഹായം മാത്രമാണ് ഇനി ഇവരുടെ മുന്നിലുള്ള ഏക പോംവഴി. ഒമാനിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ കൊടിമരത്തിന് വിശേഷങ്ങളിലേക്കാണ് ഇനി. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അൽ-ഖുവൈറിലെ മിനിസ്ട്രീസ് ഡിസ്ട്രിക്റ്റിൽ ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. മസ്കറ്റ് ഗവർണർ സയ്യിദ് ബിൻ സിലാൽ അൽ ബുസൈദിയാണ് കൊടിമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 126 മീറ്റർ ഉയരമുള്ള ഈ കൊടിമരം $10 മില്യൺ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയാണ്. ജിൻഡാൽ ഷദീദുമായി സഹകരിച്ചാണ്
പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായ ഈ കൊടിമരം 135 ടൺ ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറംവ്യാസം അടിഭാഗത്ത് 2800 മില്ലിമീറ്ററും മുകളിൽ 900 മില്ലിമീറ്ററുമാണ്. Well, first, we are very happy today and delighted to launch this unique project. It's a big addition to Muscat Governorate. The project crystallize and give a conceptual picture of how urban development is done and how we develop our cities to be for people. This place with over 20,000 square meter of different components of cycling track, of walking track, coffee shops operated by Omani entrepreneurs, different, I'll say a plaza there. As I mentioned to your colleague, that the plaza could be used for multifunctional events, the youth, different private and I will say civilized association can use it with our coordinating with us in Muscat municipality with events and awareness unit. കൊടിമരത്തിലെ ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയുമുണ്ട്. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഏറ്റവും വലിയ കൊടിമരത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയിൽ നിരവധി വിനോദ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നടപ്പാത, സൈക്ലിംഗ് പാതകൾ, ഔട്ട്ഡോർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ, സ്കേറ്റ് പാർക്ക് എന്നിവ കൊടിമരത്തിനൊപ്പമുള്ള പദ്ധതികളാണ്. ശുചിമുറികൾ, 107 സ്ഥലങ്ങളുള്ള പാർക്കിംഗ് സ്ഥലം തുടങ്ങിയ പൊതു സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം ഏറ്റവും ഉയരം കൂടിയ ഈ കൊടിമരം ഒരുക്കിയതിന് പിന്നിൽ മലയാളികളാണെന്ന അഭിമാനം ഒമാനിലെ പ്രവാസി മലയാളികൾക്കുണ്ട്. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാഗാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 44.1 മീറ്റർ ബൈ 25.2 മീറ്റർ. അതാണിപ്പോൾ എക്സാക്ട് സൈസ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രൊജക്റ്റ് ഒരു വലിയൊരു കൊളാബറേഷനാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഇൻവെസ്റ്റർ, പിന്നെ എൻഡ് യൂസർ, മൾട്ടിപ്പിൾ കോൺട്രാക്ടേഴ്സ്, മൾട്ടിപ്പിൾ കൺസൾട്ടൻസ്, പിന്നെ ഡിഫറെൻറ്റ് ഗവൺമെൻറ് അതോറിറ്റീസ് ഇൻക്ലൂഡിങ് റോയൽ കോർട്ട്, സിവിൽ ഡിഫൻസ്, അങ്ങനെ ഉള്ള ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ആയിട്ട് സഹകരിച്ച് ഷെഡ്യൂളിംഗ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അൽ ഖുവൈർ സ്ക്വയർ പദ്ധതി നടപ്പാക്കിയ പസഫിക് ബ്ലൂ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പ്രൊജക്ട് ഹെഡ് കൊല്ലം സ്വദേശി അനസ് അബ്ദുൽ സലാം, പ്രൊജക്ട് മാനേജർ പത്തനംതിട്ട സ്വദേശി സുനിൽ സത്യൻ, കമ്പനിയുടെ ഒമാൻ ഡയറക്ടർ മലപ്പുറം സ്വദേശി മുഹമ്മദ് റബി എന്നിങ്ങനെ വിവിധ തലങ്ങളിലായി ഭൂരിഭാഗം ഏരിയകളിലും മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് അനസ് അബ്ദുൽ സലാം പറഞ്ഞു. അൽ ഖുവൈർ സ്ക്വയർ എന്ന ഒമാൻ്റെ ടൂറിസം ചരിത്രത്തിലെ തന്നെ ഒരു ഐക്കോണിക് പ്രൊജക്റ്റ് ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ നമ്മുടെ ഫ്ലാഗ് പോളാണ്. ഏകദേശം 126 മീറ്റർ ഹൈറ്റിൽ നമ്മൾ GCCയിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ഫ്ലാഗ് പോളാണ് ഇപ്പോൾ ഒമാനിൽ വന്നിരിക്കുന്നത്. ഇത് ഒമാൻ്റെ ടൂറിസം ചരിത്രത്തിൽ നമുക്കൊരു ഏട് തന്നെയാണ്, മികച്ച ഏട്. ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് ആയിരുന്നു. ഒരുപാട് ചലഞ്ചസ് എല്ലാം ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഫ്രം ദി ഡിസൈനിങ് ടു ദി എക്സിക്യൂഷൻ സ്റ്റേജ്. പസഫിക് ബ്ലൂ നമുക്ക് അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. ദർ ആർ ലോട്ട് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മുനിസിപ്പാലിറ്റി, ഡിസൈനേഴ്സ്, ദെൻ അതർ EPC കോൺട്രാക്ടേഴ്സ്. അപ്പം നമ്മുടെ ടീമിൻ്റെ ഒരു മെയിൻ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ആണ് ഇതിൻ്റെ ഒരു സക്സസ്ഫുൾ കംപ്ലീഷനിലേക്ക് എത്തിച്ചത്. ഇവർക്ക് പിന്നിൽ അണിനിരന്ന ജീവനക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നതും ശ്രദ്ധേയമാണ്. ഐക്യത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായ ഈ കൊടിമരത്തിന് മുകളിലുള്ള ഒമാനി പതാക ഇപ്പോൾ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം യാഥാർത്ഥ്യമാക്കിയത്. ഒമാന്റെ വിഷൻ 2040 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണമാണ് ഈ പദ്ധതിയെ വേറിട്ട് നിർത്തുന്നത്. ജിൻഡാൽ ഷദീദുമായി സഹകരിച്ചാണ് മുനിസിപ്പാലിറ്റി ഈ കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത്. തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പദ്ധതി. ഏകദേശം 1.5 വർഷത്തോളം എടുത്താണ് അൽ ഖുവൈർ സ്ക്വയർ പദ്ധതി പൂർത്തിയാക്കിയത്.
അറ്റകുറ്റപ്പണികൾ നടത്താനായി കൊടിമരത്തിന്റെ ഉള്ളിൽ ഒരു ഗോവണിയും സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സംവിധാനമുണ്ട്. ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. തീർത്ഥാടക ലക്ഷങ്ങൾ മക്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് 160-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക ലക്ഷ്യങ്ങൾ പുണ്യനഗരമായ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 4 ബുധനാഴ്ച ആരംഭിക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്കായി വിദേശത്തു നിന്നും ഇതുവരെ 12 ലക്ഷത്തിലേറെ തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതുവരെ ഈ ഒഴുക്ക് തുടരും. മക്കയിലും മദീനയിലുമായി പ്രാർത്ഥനകളിലും മറ്റ് ആരാധനാ കർമ്മങ്ങളിലും മുഴുകിയിരിക്കുകയാണ് ഇപ്പോൾ തീർത്ഥാടകർ. ബുധനാഴ്ച രാവിലെ മുതൽ തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങും. അന്ന് മീനായിലെ തമ്പുകളിൽ താമസിക്കുന്ന തീർത്ഥാടകർ വ്യാഴാഴ്ച ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി പോകും. വ്യാഴാഴ്ച പകൽ മുഴുവൻ അറഫയിലെ തമ്പുകളിലും പുറത്തും പാപമോചന പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയും. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മമാണ് അറഫ സംഗമം. ജബൽ റഹ്മ മലയുമെല്ലാം ഹാജിമാരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിനു ശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങും. അന്ന് രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്താണ് ഹാജിമാർ കഴിയുക. പിറ്റേ ദിവസം മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്നാണ് ശേഖരിക്കുക. 4 ദിവസത്തെ കല്ലേറിനായി 70 വരെ കല്ലുകൾ ഇവിടെ നിന്നും ശേഖരിക്കും. വെള്ളിയാഴ്ച അഥവാ ബലിപെരുന്നാൾ ദിനത്തിൽ രാവിലെ ഹാജിമാർ മീനായിൽ തിരിച്ചെത്തും. ജംറകളിൽ കല്ലേറ് കർമ്മം ആരംഭിക്കും. പുറമെ ബലി നൽകുക, മുടിയെടുക്കുക, വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്യുക തുടങ്ങിയ കർമ്മങ്ങളും അന്ന് തന്നെ നിർവഹിച്ച് തീർത്ഥാടകർ സാധാരണ വസ്ത്രം ധരിക്കും. വെള്ളിയാഴ്ച ഒരു ജംറയിലും ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ 3 ജംറകളിലുമായിരിക്കും ഹാജിമാർ കല്ലേറ് കർമ്മം നിർവഹിക്കുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കല്ലേറ് കർമ്മത്തോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ മീനായോട് വിട പറയും. മക്കയിൽ നിന്ന് വിട പറയുമ്പോൾ നിർവഹിക്കേണ്ട കഅബയെ പ്രദക്ഷിണം ചെയ്യുന്ന വിടവാങ്ങൽ ത്വഫ് മാത്രമാണ് പിന്നീട് ഹാജിമാർക്ക് അവശേഷിക്കുന്ന കർമ്മം. ഹജ്ജിന് മുൻപ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ മദീന സന്ദർശനം കൂടി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങും. 1,75,000 ഇന്ത്യയുടെ ഹജ്ജ് കോട്ടയെങ്കിലും 1,32,000 തീർത്ഥാടകർ മാത്രമാണ് ഈ വർഷം ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയിരിക്കുന്നത്. 1,22,000 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയും 10,000 തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിക്കും. സ്വകാര്യ ഗ്രൂപ്പുകളിൽ 52,000 തീർത്ഥാടകർക്ക് ഹജ്ജിന് അവസരമുണ്ടായിരുന്നുവെങ്കിലും 10,000 തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. 42,000 ആളുകളുടെ അവസരം നഷ്ടപ്പെട്ടു. തീർത്ഥാടകർക്ക് ഒരുക്കിയ സംവിധാനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ നുസുക് പ്ലാറ്റ്ഫോമിൽ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യാത്തതാണ് അവസരം നഷ്ടപ്പെടാൻ കാരണം. ഇതിന് സ്വകാര്യ ഗ്രൂപ്പുകൾ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തെയും മന്ത്രാലയം സ്വകാര്യ ഗ്രൂപ്പുകളെയും പഴി ചാരുന്നുണ്ട്. ഏതായാലും ഇതാദ്യമായിട്ടായിരിക്കും അവസരമുണ്ടായിട്ടും ഇത്രയധികം തീർത്ഥാടകർക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 10,000 തീർത്ഥാടകർക്കാണ് ഇതുമൂലം അവസരം നഷ്ടപ്പെട്ടത്. കനത്ത ചൂടിലായിരിക്കും ഇത്തവണത്തെ ഹജ്ജ്. 47 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ ആരോഗ്യ മന്ത്രാലയം, സിവിൽ ഡിഫൻസ് തുടങ്ങിയവയോട് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ തീർത്ഥാടകർക്ക് നൽകിയിട്ടുണ്ട്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നത് തടയാൻ പഴുതടച്ച പരിശോധനയാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്നത്. ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യാനുള്ള പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പെർമിറ്റോ ഇല്ലാതെ മക്കയിലേക്ക് പോലും പ്രവേശിപ്പിക്കുന്നില്ല. മക്കയിൽ താമസിക്കുന്നവർക്ക് പോലും അവിടെ ജോലി ചെയ്യാനുള്ള പ്രത്യേക പെർമിറ്റ് വേണം. പെർമിറ്റ് ഇല്ലാത്ത മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികളെ ഇതിനകം സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വിസിറ്റ് വിസയിലോ ബിസിനസ് വിസയിലോ ഉംറ വിസയിലോ സൗദിയിലെത്തിയവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുമതിയില്ല. അനധികൃതമായി ഹജ്ജിന് ശ്രമിക്കുന്ന തീർത്ഥാടകർക്ക് 20,000 റിയാൽ പിഴ ചുമത്തും. കൂടാതെ ഇത്തവണയും ഭാവിയിലും ഹജ്ജിനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്യും. അനധികൃത തീർത്ഥാടകർക്ക് യാത്രാ സഹായമോ താമസ സൗകര്യമോ നൽകുന്നവർക്ക് 1,00,000 റിയാലാണ് പിഴ. യാത്രാ സഹായം നൽകിയ വാഹനവും താമസ സൗകര്യം നൽകിയ കെട്ടിടവും കണ്ടുകിട്ടും. കൂടാതെ വിദേശിയാണെങ്കിൽ നാടുകടത്തുകയും
പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. സുഗമമായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും മക്കയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇതുവരെ തീർത്ഥാടകർക്കിടയിൽ പകർച്ചവ്യാധി രോഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ 1 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെയാണ് തീർത്ഥാടകരുടെ സേവനങ്ങൾക്കായി പുണ്യഭൂമിയിൽ സൗദി ഭരണകൂടം വിന്യസിച്ചിരിക്കുന്നത്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.